വൃശ്ചികമാനത്തെ പന്തലിൽ വച്ചോ, പിച്ചകപ്പൂവല്ലേ കുടിലിൽ വച്ചോ. വൃശ്ചികമാനത്തെ പന്തലിൽ വച്ചോ, പിച്ചകപ്പൂവല്ലേ കുടിലിൽ വച്ചോ. ആരോടും ചിരിക്കുന്ന കുസൃതിക്കു പ്രിയദേവൻ ജീരക കസവിന്റെ പുടവ തന്നു, പട്ട് പുടവ തന്നു. നീ സീമംഗലയായി അന്നു നീ സീമന്തിനിയായി. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തമേളനി ശീഥിനി. മാനസദേവന്റെ ചുംബനപ്പൂക്കളോ സ്മിരവതി നിന്റെ ചുടിയിണയിൽ. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തമേളനി ശീഥിനി. കേട്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ പാട്ട്? ഇനിയും വരാൻ പോണേ ഉള്ളൂ കേട്ടോ. ഇത് എൻ്റെ ഒരു പ്രിയപ്പെട്ട കുട്ടിയാണ്. പണ്ട് ജനമൈത്രി പോലീസ് സംവിധാനത്തിൽ ഇരിക്കുന്ന സമയത്ത്, അന്ന് കോവിഡ് സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു ഓൺലൈൻ വീഡിയോ ഗാനമേള ഉണ്ടായിരുന്നു. ഒരു കരോക്കെ ഗാനമേള. അതിൽ പ്രൈസ് കിട്ടിയ അമൃത കണ്ണൻ ഇപ്പൊ ഏകദേശം അറിഞ്ഞു കഴിഞ്ഞു. ഏകദേശം പല സ്ഥലത്തും അറിഞ്ഞു കഴിഞ്ഞു. ചില നമ്മുടെ ഷോർട്ട് ഫിലിമിലൊക്കെ പാടിക്കഴിഞ്ഞു ഒക്കെ ഉണ്ട്. കുറച്ച് നാളെ ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ട്. കുടുംബം മുഴുവൻ പാട്ടുകാരാട്ടോ. കുടുംബം മുഴുവൻ പാട്ടുകാരാണ്. അപ്പൊ നമുക്ക് കാണാം. എന്താണെങ്കിലും ഈ പാട്ട് സൂപ്പറായോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇനി ഇതൊക്കെ മേലെ വരാനിരിക്കുന്നു. ഓക്കെ, കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ. കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ. ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ. കേൾക്കലല്ല, കണ്ടില്ലേ പാട്ട്? എന്റെ അമ്മോ, ഈ കുടുംബം മുഴുവൻ പാട്ടുകാരാണ്. എനിക്ക് ഭയങ്കര തൃപ്തിയായിട്ടോ. ഞാനൊരു കലാസ്വാദകൻ എന്ന നിലയ്ക്ക് ഭയങ്കര രസമായി. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് വേണം നിൽക്കാവുന്ന രീതിയിലേക്ക് ഇത് മാറുമെന്ന വിശ്വാസം. അത് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് വേണം. ഒരു കലാകുടുംബം വളരെ വിരളമാണ് കേട്ടോ. വളരെ വിരളമാണ് ഇങ്ങനെ കലാകുടുംബം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു ചാക്ക്, ഒരു ലോഡ് മെമന്റോസ് ആണ്. ഒരു ലോഡ് എന്തൊക്കെയാണ് ഇവിടെ? ദേശവേല, ചിറ്റൂർ പൗരസമിതി, PTA, അതുപോലെ തന്നെ തേങ്കുറിശ്ശി ശിവക്ഷേത്രം, അങ്ങനെ ഒരു ലോഡ് മെമന്റോസ് ഇതിനപ്പുറത്തുണ്ട്. നമുക്കിത് എന്താണ് ഇത്രമാത്രം മെഡലുകൾ കിട്ടാൻ എന്ന് നോക്കാം. നമുക്ക് അമൃതമോൾ, കമോൺ.
ഇത് എവിടെ നിന്നൊക്കെ കിട്ടിയിരിക്കണം, ആർക്കൊക്കെ കിട്ടിയിരിക്കണം? ഈ കുടുംബത്തിന് മുഴുവൻ മെഡലുകളാണ് അവിടെ മെമന്റോസ്. ഇത് എവിടെ നിന്നൊക്കെയാണ്? ഇത് എന്തിന്റെ പേരിലാണ്? ഇത് ആനുവൽ ഡേന്റെ ഒരു ആനുവൽ ഡേന്റെ. ഞങ്ങൾക്ക് 4 പേർക്കും 4 പേർക്ക് കൂടി ആനുവൽ ഡേന്റെ. പിന്നെ ഇതൊക്കെ ഇത് എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയതാണ്. സ്റ്റേറ്റ് ലെവൽ 2042 ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ അല്ലേ? 7 കൊല്ലത്ത് വെച്ച് നടന്നത്. ഓ, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെയോ? ഇതൊക്കെ അമ്പലങ്ങളില് ഞാൻ അമ്പലങ്ങളില് ആറാട്ട് ഉത്സവങ്ങള് അതിനൊക്കെ പങ്കെടുക്കും. അത് കീർത്തനങ്ങളാണോ പാടുക? അതോ ഡിവോഷൻ സോങ്സ്? ഓ, റൈറ്റ് റൈറ്റ്. അപ്പൊ നമുക്ക് ആ പ്രേക്ഷകർക്ക് ഒരു ഡിവോഷൻ വേണേ. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ. ടോട്ടൽ ഇത് നോക്കുമ്പോ കണ്ണത്ര ദൂരത്തോളം ഉണ്ട്. അച്ഛനും അമ്മയെ കിട്ടിയിട്ടുണ്ടോ? സാറേ, കണ്ണൻ സാർ പ്ലീസ് കമോൺ. നിങ്ങളുടെയും കൂടി ഒന്ന് അറിയണ്ടേ എന്തൊക്കെയാണ് ഒന്ന് നോക്കട്ടെ. മാഡത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ശരി, നോക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കുടുംബത്തിനടക്കം കിട്ടാൻ കാരണം? നിങ്ങൾ ഒരുമിച്ച് 4 പേരും കൂടെ പ്രോഗ്രാം ചെയ്യാറുണ്ട്, കുടുംബം ഒരുമിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. മോളാണ്. നമുക്ക് വേണ്ടി അവളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം പാടാനായിട്ട് സ്റ്റേജിൽ കയറി. പിന്നെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വൈഫ് പാടാനായിട്ട്. നിങ്ങളെക്കാൾ നന്നായി പാടും. ഇനിയിപ്പോ ഞാൻ പാടിച്ചു എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെടണ്ട. എന്റെ ജനമൈത്രി പോലീസിൽ പാടി പ്രൈസ് കിട്ടിയ ആളാണ് ഇയാള്. അപ്പൊ അതുകൊണ്ട് മിടുക്കിയാണ്. അപ്പൊ ഇപ്പുറത്ത് കാണുന്ന മെഡലുകളുണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് മാഡത്തിന് കിട്ടിയിട്ടുണ്ട് ഈ മെമന്റോസ്? കുടുംബം ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 4 കാണുന്നുണ്ടെങ്കിൽ ആ 4 പേർക്കുള്ളതാണ്. ചിലതൊക്കെ പറയുമ്പോലെ മെഡൽ വേട്ടയ്ക്ക് നടക്കണം, മെമന്റോ വേട്ടയ്ക്ക് നടക്കണം. സങ്കൽപ്പജാലകം പാതി തുറന്നിലേ പാതിരാമയക്കം മറന്നിരിക്കാം. തലചായ്ക്കുവാനായി നിനക്കെന്നുമെൻ്റെ കരളിൻ്റെ മണിയറ തുറന്നു തരാം. ഇനി എന്തു വേണം, എനിക്കെന്തു വേണമെൻ ജീവന്റെ ജീവൻ കൂടെയില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും നിന്റേലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല. കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്ത് നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. മഴനീർക്കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മൗനങ്ങളാകും ആത്മീകങ്ങളിൽ വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടക്കകളിൽ മൈനാകും കടലിൽ ഉയരുന്നു ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നു മൈനാകും കടലിൽ ഉയരുന്നു
ശിശിരങ്ങൾ തിരയുന്നു. എങ്കിലും എന്നോ മലാക്കു താമസിക്കാനും കരളിൽ, എങ്കിലും എന്നോ മലാക്കു താമസിക്കാനും കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ എത്താം. മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിൽ കൺമണിയെ കൊണ്ടുപോകാം. കാണാത്ത പൂങ്കുടിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു കളപ്പുരമേയും കണ്ണിനിലാവേ, ഇനിയും വരുമോ തിരുവോണം? മുടിത്തുമ്പിലീറൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം? ഒന്ന് തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ? ഒന്ന് തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ? ഒരു പാട്ടിൻ ശ്രുതിയാവാൻ ഒരു മോഹം മാത്രം, ആരാരും കാണാതെ ആരോമൽ തൈമുള്ള പിന്നെയും പൂവിടുമോ? പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടി നെഞ്ചോടു ചേർന്നിടുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പാട്ടിന്റെ പാലാഴി ഇവിടെ അരങ്ങേറി. ഭയങ്കര സംതൃപ്തിയായി. ഒരു കലാസ്വാദകന് കേൾക്കാൻ പറ്റിയ പാട്ടുകൾ, അതുപോലെ ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് എത്രയും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ. എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. കാരണം മിടുക്കിയ കലാകാരി, അച്ഛൻ, അമ്മ, അനുജൻ, എല്ലാവരും പാട്ടുകാർ. പിന്നെ അതുപോലെ തന്നെ വയലിനൊക്കെ വായിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. സൂപ്പറായിട്ടുള്ള ആൾക്കാർ. ഇനി നമുക്കവരുടെ വ്യക്തിവിശേഷം ഒന്ന് കേൾക്കാം. നമുക്ക് അമൃതയിൽ നിന്ന് തുടങ്ങാം. അമൃത മോളെ, എന്താണ് ഇപ്പൊ പഠിക്കുന്നത്? ഞാനിപ്പോ ബിടെക് ചെയ്യുന്നു. ബിടെക് എവിടെയാ? ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് ബിടെക് പഠിക്കും. ഇത് 2ാമത്തെ വർഷം അല്ലേ? ആ. അവിടെ കലാപരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്? ആ, ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ പങ്കെടുത്തതിന്റെ പ്രൈസസും ഒക്കെ കിട്ടിയിട്ടുണ്ട്? ഇല്ല, കലോത്സവം ഇനി വരുന്നേ ഉള്ളൂ. ഇപ്പൊ ചെറിയ ഫെസ്റ്റിവൽ കഴിഞ്ഞു. അതിലൊക്കെ നന്നായി പെർഫോം ചെയ്തു. ഓക്കെ. ഈ കാണുന്ന മെഡലുകളൊക്കെ ഇനിയും കൂടണം. ഉറപ്പായിട്ടും. സംഗീത പഠനം എങ്ങനെയാണ്? തുടക്കം എത്ര വയസ്സിൽ തുടങ്ങി? ഞാൻ 5 വയസ്സ് മുതൽ പാടുമായിരുന്നു. 5 വയസ്സ് മുതൽ പാടും. ഓക്കെ. ദൈവികമായ കഴിവ് 5 വയസ്സിൽ തന്നെ തന്നു, തിരിച്ചറിഞ്ഞു. അതെ. ഓക്കെ. അപ്പം അമ്മയാണ് എന്റെ ഗുരു, ആദ്യത്തെ ഗുരു. ഓക്കെ, ആദ്യത്തെ ഗുരു അമ്മ. ഇല്ലമ്മ. അപ്പം അവിടെ ആദ്യം നാട്ടിൽ തന്നെ തറവാട്ടമ്പലം ഉണ്ട്. അപ്പൊ അവിടെ നാടെന്ന് ചിറ്റലഞ്ചേരി. ചിറ്റലഞ്ചേരി, അത് പറയണം. എന്റെയും കൂടെ അയൽരാജ്യമല്ലേ ചിറ്റലഞ്ചേരി. മുടപ്പിലിന്റെ അയൽരാജ്യമാണല്ലോ, അതുകൊണ്ട് ചിറ്റലഞ്ചേരിക്ക് വേണം. അപ്പം അവിടെ തറവാട്ടമ്പലത്തിലാണ് ആദ്യം പാടിയത്. അതെ, ആറാട്ടുത്സവത്തിന് പാടിയിട്ടുണ്ട്. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ആ, പഠിച്ചിട്ടുണ്ട്. എത്ര വർഷം ഏകദേശം? 4 വർഷം. 4 വർഷം പഠിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയും സൂപ്പറായി പാടി അല്ലേ? അത് ജന്മസിദ്ധമായ ഒരു കഴിവാണ്. അതാണ് കിട്ടുന്നത്. അതിനെ പരിപോഷിപ്പിക്കാന്നുള്ള രക്ഷിതാക്കൾ ചെയ്തിട്ടുള്ളത് അല്ലേ കണ്ണൻ സാർ? ശരിയല്ലേ? അതെ, തീർച്ചയായും സാർ. തീർച്ചയായും. സാർ എന്താ ചെയ്യണ? ഞാൻ ചിറ്റൂർ ടെക്നിക്കൽ സ്കൂൾ അധ്യാപകനാണ്. ചിറ്റൂരിൽ? അതെ, അധ്യാപകനാണ് അല്ലേ? ടെക്നിക്കൽ ഹൈസ്കൂൾ. ടെക്നിക്കൽ സ്കൂൾ. എത്ര വർഷമായി അവിടെ? ഇപ്പം 3ാമത്തെ വർഷമാണ്. 3ാമത്തെ വർഷം. ഓക്കെ. എത്ര വർഷം ടോട്ടൽ ജോലി? ടോട്ടൽ 21 വർഷമായി. 21 വർഷം. ഓക്കെ. ഇറ്റ് ഈസ് ഗോയിങ് ഓൺ വെരി ബെറ്റർ. നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? തീർച്ചയായും നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. മോൻ അദ്വൈത് കണ്ണൻ.
പാട്ടുകാരനാണ്, വയലിൻ വായിക്കും ഒക്കെ ചെയ്യും അല്ലേ? ശരി. ആയിക്കോട്ടെ. അപ്പോ എന്താ ഇപ്പൊ പഠിക്കണേ? ഞാനിപ്പോ 10th പഠിക്കുന്നു. 10ാം ക്ലാസ് ഏത് സ്കൂളിലാണ്? ചിറ്റൂർ സ്കൂൾ, അച്ഛൻ്റെ സ്കൂളിലാണ്. ഓ, അച്ഛനും മകനും ഒരേ സ്കൂളിലാണ്. തകർക്കാനുള്ള ഉദ്ദേശം അല്ലെങ്കിൽ പാട്ടും പാടി അവിടെ പിന്നെ പാരന്റ്സിന്റെ ഉത്സവത്തിനൊക്കെ അച്ഛൻ പാടും. ആ, കലോത്സവത്തിന് നിന്റെ വക, അമ്മയുടെ വക വേറെ അല്ലേ? അമ്മ അവിടെ പോയി പാടിയിട്ടുണ്ടോ? എവിടെ, ഏത് സ്കൂളിലൊക്കെ? രണ്ടുപേരും സ്കൂളിൽ പോയി പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. സ്വന്തം കമ്പോസ്. അപ്പോഴേ നേരത്തെ പറഞ്ഞ പോലെ ആ പാട്ടിന് 2 വരികളൊന്ന് പാടുന്നോട്ടെ. സ്വാഗതം സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സ്വാഗതം സുസ്വാഗതം. മോള് ആൽബം സോങ് അതൊക്കെ പാടിയിരുന്നു കേട്ടിട്ടുണ്ട്. എത്ര ആൽബംസിൽ പാടിയിട്ടുണ്ട്? ഞാനൊരു 10 10 ആൽബത്തിൽ പാടിയ ആളാണ് ഇരിക്കുന്നത് അല്ലേ? പിന്നെ ബേബി സാറ് നമ്മളെ കൊണ്ട് ഒരു ആൽബം ചെയ്തു. വടക്കഞ്ചേരി ബേബി സാറ്. ഓക്കെ. പിന്നെ ബേബി സാറിന്റെ ഏത് പാട്ടായിരുന്നു? ഡിവോഷണൽ സോങ് ആണ്. ഡിവോഷണൽ സോങ്. ഓക്കെ ഓക്കെ. പുള്ളി അതിന്റെ ഒരു നല്ല സംഗീത സംവിധാനം. ഞാൻ പാട്ടുകാരനല്ലെങ്കിലും എന്നെ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് എത്തിയതിൽ TK ചന്ദ്രൻ സാർ എന്ന് പറഞ്ഞൊരു ഡെപ്യൂട്ടി കമാൻഡന്റ് സാർ ഉണ്ടായിരുന്നു, പാലക്കാട് കല്ലേക്കാട് AR ക്യാമ്പിൽ. അപ്പൊ അവിടെ അദ്ദേഹം എന്നെയൊക്കെ പാട്ടുകാരനാക്കി മാറ്റി, അതേ പറയാനുള്ളൂ. എന്റെ ഒപ്പം നിന്ന് മൈക്ക് വിറച്ചുകൊണ്ടിരുന്നു. അപ്പൊ പിടിച്ചു നിർത്തി പാടിയതാണ് കേളടി കൺമണി എന്നുള്ളൊരു പാട്ടാണ്. അന്ന് ബേബി സാറായിരുന്നു അന്ന് അതിന്റെ കീബോർഡ് വായിച്ചത്. അന്ന് ആദ്യമായിട്ട് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങളായി. പിന്നെ വേറെ ആൽബം? പിന്നെ ഷീൻ സാർ കോർഡിനേറ്റ് ചെയ്തൊരു നമ്മുടെ സ്വന്തം ഷീൻ ചന്ദ്രൻ സാർ കൊടുവായി GBLP സ്കൂളില്. അദ്ദേഹം സപ്പോർട്ട് ചെയ്യാനേ അറിയുള്ളൂ അദ്ദേഹത്തിന്. അതാണ് എന്റെ പ്രത്യേകത. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ മാത്രം അറിയുള്ളൂ. തീർച്ചയായും അല്ലാത്തൊരു മനുഷ്യനില്ലേ? ആരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ ഹരിസാറിന്റെ ഒക്കെ ഒപ്പം. ഹരിമാഷ്. ഹരിമാഷിന്റെ ട്രൂപ്പിലൊക്കെ ഞങ്ങൾ പാടാറുണ്ട്. ഹരിമാഷ് ട്രൂപ്പിൽ പാടാറുണ്ട്. ഹിമാഷിന്റെ. ഞാനും ഒരു ഗാനമേള സ്റ്റേജുകളിലൊക്കെ പാടിയിട്ടുണ്ടാവും ഏകദേശം. ഒരുപാട് 100-100 പാടിയിട്ടുണ്ടാവും. വേണല്ലോ. ഞങ്ങള് മാത്രമായിട്ടാ ചെയ്യുന്നത് ഗാനമേള. കുടുംബ ഗാനമേള. അങ്ങനെ ഫാമിലി അതില് കണ്ടാ അറിയാം. അങ്ങനെയാണല്ലോ. അല്ലാണ്ട് മോളെ ഒറ്റയ്ക്ക് പാടും, ഇവരുടെ ട്രൂപ്പിൽ പോയി പാടും. കുടുംബത്തിന്റെ ഗാനമേള എന്ന് മാത്രം എല്ലാത്ത ആൾക്കാരും ആ പൈസ കിട്ടുന്ന മുഴുവൻ നിങ്ങൾ കുടുംബത്തിൽ മാത്രം. ഒരു ഫാമിലി പാക്കേജ്. അതങ്ങനെ മോളെ വിളിച്ചു കഴിഞ്ഞാൽ 4 പേരും പാടും. ഒരു സിംഗറെ വിളിച്ചു കഴിഞ്ഞാൽ 4 സിംഗേഴ്സിനെ കിട്ടും. പിന്നെ ഒത്തിരി സാറുമാരും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും എനിക്ക് എന്താണെങ്കിലും അവർക്ക് വേണ്ടിട്ട് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞു. എന്റെ നാട്ടുവെളിച്ചത്തിലൂടെയും കൂടി അവർക്കുള്ള താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എന്റെ ഗുരുക്കന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം. साथी रे मारेंगे भी तुझको, जाएगा दिल तुझे ही बेचैनियों में पाएगा दिल। साथी रे मारेंगे भी तुझको, जाएगा दिल तुझे ही बेचैनियों में पाएगा दिल। मेरे करा साए में तेरी राहतों को खुशबू है, तेरे बरेगी क्या जीना, मेरे रोम रोम में तू है। मेरी चुड़िया की कनकन से तेरी साथ आती है, ये दूरियां ने हमसे रस्ते हम तुलाती है। ओ पिया साहिदा नीदमा मगसनि धनि सगमा, मगसनि धनि सग मगसनि धनि सगमा ग म ग सानि ध म ग म धनि सानि ध म ग म धनि सा नि ध नि धनि सा धनि सा धनि सा धनि सा।
മദനി 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 ധനിസ 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 മദനി 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 മദനിസ 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 സരിദമ 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 മമ ഗഗ സസനി നി സസനി നി ദദനി നി സസനി നി ദദ മമ ഗഗ ദദനി നി സസ നി നി സസ മഗ സസ മഗ സസ मेरे रोजना सुन मेरे प्यार की धुन मेरे रोजना सुन मेरे प्यार की धुन मेरे रोजना ഇതാണ് കുടുംബവിശേഷം. അതെ. എന്തായാലും പാട്ടുകുടുംബത്തിന്റെ പ്രശസ്തി ഇനിയും ഉയർന്നു കേൾക്കട്ടെ, കാണട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞാനും എൻ്റെ പ്രേക്ഷകരും. ഉറപ്പായിട്ടും അത് ഉണ്ടാകും. പ്രത്യേകിച്ച് കലാകാരന്മാരുടെ മനസ്സുകൾക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. അപ്പോ നാട്ടുവെളിച്ചം കുറച്ച് ആൾക്കാരേ ഉള്ളൂ, നല്ലവരായിട്ട് കുറച്ച് ആൾക്കാർ അവർ ഷെയർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. നമുക്ക് കുറെ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകും. നമുക്കിനി വേണ്ടത് നമുക്ക് ഒരു എല്ലാവരും കൂടി ഒരു ഉഗ്രൻ കാലിക പ്രസക്തമായ ഒരു പാട്ടാണ് ആവശ്യം. അതും കൂടി പാട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. കടല നിവാരണ കരിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി കടലിരപ്പിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തിയ പുഴയിൽ താഴുമ്പോൾ താഴായി തണലായി ദിവ്യൗഷധിയായി കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. കടല നിവാരണ കനിവിന്നുറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. സ്നേഹദീപമേ നീ തുറക്കൂ.